ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ് എക്സ്പീരിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാൻഡിഡേറ്റിനെ സംബന്ധിച്ചിടത്തോളം ജോലി കിട്ടാനാണെങ്കിൽ അറിയാലോ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്ക് നല്ല ഹൈ സാലറിയുള്ള ജോലികൾ കിട്ടാറുണ്ട്. എപ്പോഴും ചോദിക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ്. കാരണം അവർക്ക് വേണ്ടത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ്. പക്ഷേ ഈ എക്സ്പീരിയൻസ് എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ഈ എക്സ്പീരിയൻസ് തീർച്ചയായും അവരുടെ പ്രീവിയസ് കമ്പനിയിലുള്ള എക്സ്പീരിയൻസ് ആണ് അവർക്ക് കിട്ടുന്നത്. ഒരു എംപ്ലോയിനെ ട്രെയിൻ ചെയ്ത് കൊണ്ടുവരാം, അവനെ പെർഫെക്റ്റ്ലി ഒരു കരിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെ ട്രെയിൻ ചെയ്ത് നല്ല രീതിയിൽ അവനെ ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ലെവലിലേക്ക് എത്തിക്കുക എന്നുണ്ടെങ്കിൽ മിനിമം ഒരു 6 month എങ്കിലും ട്രെയിൻ ചെയ്തതിന് ശേഷമായിരിക്കും അവൻ്റെ സൈഡിൽ നിന്നൊരു ഔട്ട്പുട്ട് കമ്പനിയിലേക്ക് പ്രോഫിറ്റ് ആയിട്ട് വരാം. പക്ഷേ ഇവിടെ കാര്യന്ന സാഹചര്യം എന്താണെന്ന് വെച്ചാൽ എംപ്ലോയീസ് അവർ ഏകദേശം അവനക്ക് കിട്ടേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു കമ്പനിയിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ വേഗം അടുത്ത കമ്പനിയിലേക്ക് ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ്. തീർച്ചയായിട്ടും അത് ബുദ്ധിമുട്ടുണ്ടാകും. മീൻസ് അവനെ ട്രെയിൻ ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനത്തിന് ബുദ്ധിമുട്ടാണ്. ഇത് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവരുടെ ബോണ്ട് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഹോൾഡ് ചെയ്യാനൊന്നും ഒരു പറ്റില്ല. അത് ലീഗലി അലൗഡ് അല്ല. അവനക്ക് ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ റിസൈൻ ചെയ്ത് പോകാന്നുള്ളതാണ്. അപ്പോൾ ചെയ്യുന്ന സ്ഥാപനങ്ങളും ഉണ്ട് ചിലവരല്ലേ, പക്ഷെ അത് ഇല്ലീഗലാണ്. അത് ഇവർക്ക് വേണമെങ്കിൽ ലേബർ കോർട്ടിൽ പോയിട്ട് വല്ല പ്രശ്നങ്ങളും കാര്യങ്ങളും. അതെ. അപ്പോൾ അത് വേറെ ഇപ്പം അത് വാങ്ങിച്ചു വെച്ചെങ്കിൽ പോലും പ്രശ്നം തന്നെയാണ് അല്ലേ. നമുക്കൊരു അവർക്ക് സേഫ്റ്റിക്ക് വാങ്ങിച്ചു വെക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ലീഗലായി പോയി കഴിഞ്ഞാൽ ഈ കമ്പനി അവർക്കിത് തിരിച്ചു കൊടുക്കല്ലാതെ വേറെ നിവൃത്തിയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു ഇഷ്യൂ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ എക്സ്പീരിയൻസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും സ്കോറിൽ എഫക്റ്റ് ചെയ്യുന്ന ലെവലിൽ ഇപ്പോൾ സ്കോറിലുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഒരു കമ്പനിയിൽ കൂടുതൽ കാലം വർക്ക് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ക്ലയൻസിന് അല്ലെങ്കിൽ എംപ്ലോയീസിന് നല്ല രീതിയിലുള്ള സ്കോർ കൂടി വരാനും കണ്ടിന്യൂസ് ആയിട്ട് ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെന്നെങ്കിൽ അവൻ്റെ സ്കോർ കുറയാൻ മാത്രമല്ല മറ്റൊരു കമ്പനിയിലേക്ക് ഇവൻ പോകുന്ന സമയത്ത് ഇവരുടെ സ്കോർ വെച്ച് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് ഏതൊക്കെ കമ്പനീസിൽ എത്ര സമയം വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ, അപ്പം നമ്മൾ ആ ഒരു ഇതിൽ ക്രൈഗിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ആ ഒരു കാൻഡിഡേറ്റിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ള സെക്ഷനിൽ നോക്കുകയാണെങ്കിൽ എന്തായിരുന്നു അവരുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ നമുക്ക് കൃത്യമായിട്ട് കാണിക്കും. ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഇന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് ഇത് കാണിക്കും. ഇവിടെ കംപ്ലീറ്റ്ലി ഓട്ടോമാറ്റിക് ആണ് സിസ്റ്റം നടക്കുന്നത്. ഒരു എംപ്ലോയി ജോയിനിങ് തൊട്ടിട്ടുള്ള കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക് ആ പ്രോസസ്സ് റിസിഗ്നേഷൻ വരെയുള്ള കാര്യങ്ങൾ നടക്കും. പിന്നീട് വേറെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യുമ്പോഴും ആ ഇൻ്റർവ്യൂ പ്രോസസ്സ് നേരത്തെ പറഞ്ഞല്ലോ, അതേ പ്രോസസ്സിലുള്ള ആ സിസ്റ്റം ത്രൂ ഓട്ടോമാറ്റിക്കലി ഇതിൽ പിന്നെ ഇവർക്ക് എൻ്റർ ചെയ്യാനോ മറ്റുള്ള കാര്യങ്ങളോ ആവശ്യം വരുന്നില്ല. അതൊക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സും അതുപോലെ അവൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ AI ത്രൂ ഇൻ്റർഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റം ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ബാക്കി വൺ ടൈം ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈമിൽ ഈ പറഞ്ഞ പോലെ പ്രീവിയസ് എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആ കമ്പനി വെരിഫൈ ചെയ്യുന്നതോടുകൂടി ആ സിസ്റ്റം സെറ്റായി. അവിടുന്ന് അങ്ങോട്ട് ഈ പറഞ്ഞ പോലെ ഓരോ കമ്പനീസിൽ ഇവർ വർക്ക് ചെയ്യുന്ന സമയത്തും അത് ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്യുകയാണെങ്കിൽ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തിട്ടുണ്ടെന്നുള്ളതും അടുത്ത കമ്പനി ജോയിൻ ചെയ്യുമ്പോൾ ഒക്കെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. അതായത് ഒരു എംപ്ലോയിക്കോ അല്ലെങ്കിൽ എംപ്ലോയറിനോ ഒന്നും തന്നെ ഇതിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റില്ല. എല്ലാം ഫീഡ് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കലി AI, അതായത് നമ്മുടെ ക്രൈഗാണ് ഫുൾ അതിൽ ഫീഡ് ചെയ്യുന്നത് അല്ലേ. ഇനീഷ്യൽ സ്റ്റേജിലുള്ള രജിസ്ട്രേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി അവിടുന്ന് അങ്ങോട്ടുള്ളത് ഓട്ടോമാറ്റിക് എല്ലാം ക്രൈഗ് തന്നെയാണ്, അത് AI തന്നെയാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ അതായത് റിക്രൂട്ട്മെന്റ് തൊട്ട് റെസിഗ്നേഷൻ വരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഒരു കാൻഡിഡേറ്റിന് നമുക്ക് അത് ഫുള്ളായിട്ട് അത് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ് ക്രൈഗിൻ്റെ പ്രത്യേകത അല്ലേ. ജാബർ, ക്രൈഗിൽ നമ്മളിപ്പോൾ ഒരു കാൻഡിഡേറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഇത്രയും ഡീറ്റെയിൽസ് ഒക്കെ കിട്ടും നമുക്ക്. അപ്പോൾ ഒരു 90% ആൾക്കാരും ചിലപ്പോൾ ഇത് കറക്റ്റായിട്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം അവർ കറക്റ്റായിട്ട് നമ്മൾ ചെയ്യുമായിരിക്കും, അവർ അതിൽ പെർഫോം ചെയ്യുമായിരിക്കും. പക്ഷേ 10% ആൾക്കാർ ചിലപ്പോൾ അതൊന്നും ചെയ്യില്ലായിരിക്കും. അപ്പോൾ അവരുടെ സ്കോർ തീർച്ചയായിട്ടും നെഗറ്റീവ് ലോ ആയിട്ട് വരും. അപ്പോൾ അവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവം വരുമ്പോൾ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ എന്താണ് ക്രൈഗ് കൊടുക്കുന്ന സൊല്യൂഷൻ? പറഞ്ഞത് കറക്റ്റാണോ? കാരണം പല കൾച്ചറിൽ വളർന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ പല കമ്പനീസിൽ ഉള്ള കമ്പനിയിൽ വർക്ക് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ട് പോകുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രോപ്പർ സിസ്റ്റം ഇല്ലാത്ത കമ്പനിയിൽ വർക്ക് ചെയ്തിട്ട് മറ്റൊരു കമ്പനിയിൽ കയറി വന്ന ആൾക്കാരുണ്ടാവും. ഇവർക്ക് ചിലപ്പോൾ മറ്റേ ആൾക്കാരെ പോലെ അല്ലെങ്കിൽ മുന്നേ ഒരു സിസ്റ്റത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരെ പോലെ പെർഫോം ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് സൊല്യൂഷൻ കൊണ്ടുവരാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണോ ഇവരുടെ സ്കോർ കൂട്ടാനും അല്ലെങ്കിൽ എന്തൊക്കെയാണോ ശ്രദ്ധിക്കേണ്ടത്, മിനിമം ഏതൊരു കമ്പനിയാണെന്നുണ്ടെങ്കിലും അവിടുത്തെ സിസ്റ്റം അഡോപ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇവർക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാമെന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ക്രൈഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ക്രൈഗ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവരുടെ ഇത്തരത്തിലുള്ള പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അങ്ങനെ വീക്കായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കമ്പനിയുടെ ഈ ഒരു ട്രെയിനിങ് പ്രോസസ്സ്, ബിസിനസ് എൻവയോൺമെൻറ്റ് ട്രെയിനിങ്
അറ്റൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ സ്കോറിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ഇതേപോലെ വീക്കായിട്ടുള്ള ആൾക്കാരെ പെർഫോം ചെയ്ത് കൊണ്ടുവരാന്നുള്ളൊരു ഉദ്ദേശം കൂടെ നമ്മളിതിൽ ഈ ഒരു സിസ്റ്റം ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട് അല്ല, നമ്മൾ ഒരിക്കലും ഇത് എംപ്ലോയീസിൻ്റെ സ്കോർ താഴ്ത്തി കെട്ടാൻ വേണ്ടിയിട്ടല്ല, അവരെ ഡെവലപ്പ് ചെയ്ത് നല്ലൊരു ബിസിനസ് എൻവയോൺമെൻറ്റ് സൃഷ്ടിക്കുക, ആ ഒരു ബിസിനസ് കൾച്ചറിൽ പെർഫോം ചെയ്യുക, നല്ല രീതിയിൽ അവരുടെ സൈഡിൽ നിന്ന് റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിൻ്റെ പുറത്താണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വീക്കിലുള്ള ആൾക്കാരെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അവർക്ക് ട്രെയിനിങ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവർ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് 100% ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു സിസ്റ്റം കൂടെ ഇതിൽ ക്രൈഗിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഒരു എംപ്ലോയിക്കും എംപ്ലോയർക്കും ഒരുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സിസ്റ്റമാണ് ക്രൈഗ് പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ, അത് എങ്ങനെയുള്ള സിസ്റ്റമാണ് അല്ലെങ്കിൽ എങ്ങനെയുള്ള ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് പറയാൻ പറ്റുമോ? നേരത്തെ ഞാൻ ഇൻ്റർവ്യൂ പ്രോസസ്സ് മുതൽക്കുള്ള ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തൊക്കെ വീഴ്ചകൾ വന്നു കഴിഞ്ഞാൽ സ്കോർ കുറയാം അല്ലെങ്കിൽ കൂടാമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തന്നു. ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ചെയ്യാത്തത്. മനഃപൂർവ്വം ചെയ്യുന്ന ആൾക്കാർക്ക് ഇതിന് സ്കോർ കുറയില്ലാതെ വരെ നിവർത്തിയില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് അവയർനെസ് ഇല്ലാത്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, എങ്ങനെയൊക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിസ്റ്റേക്സ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല നമ്മൾ കരിയർ കഴിഞ്ഞ കുട്ടികളെ, ഇപ്പോൾ എന്താ പറയുക, കോളേജ് കഴിഞ്ഞ് അല്ലെങ്കിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇത് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ വിഷയങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരു ജോലിക്ക് കയറുമ്പോൾ ഇത്രയും പെയിൻ ആ എൻ്റർപ്രണർ അല്ലെങ്കിൽ ബിസിനസ് ഓണർ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത ലെവലിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇൻ്റർവ്യൂ മുതലേക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ട്രെയിനിങ് കൂടെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷറായിട്ട് ഇവർ കയറി വരുമ്പോൾ തന്നെ ഈ ഒരു ക്രൈഗിൻ്റെ ട്രെയിനിങ് കൂടെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബെറ്റ് എന്നുള്ളൊരു ട്രെയിനിങ് പാക്കേജ് കൂടെ നമ്മൾ ക്രൈഗിൽ കൊടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ലിങ്ക്ഡിൻ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ആക്ച്വലി എംപ്ലോയീസിനും നമുക്ക് യൂസ്ഫുൾ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ അതുപോലുള്ള പ്ലാറ്റ്ഫോമിൽ നിന്നും വിട്ട് ക്രൈഗ് എന്താണ് ഡിഫറൻഷ്യൽ, അല്ലെങ്കിൽ എന്താണ് ക്രൈഗിൽ ഐഡിയൽ ആയിട്ടുള്ളത്? ഇതൊരിക്കലും ഒരു കംപ്ലീറ്റ്ലി റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സ് അല്ല. അപ്പോൾ നിങ്ങൾ സംസാരിച്ച പോലെ ലിങ്ക്ഡിൻ ആണെങ്കിലും ഇൻഡീഡ് ആണെങ്കിലും ഒക്കെ അത് റിക്രൂട്ട്മെൻറ്റ് വേണ്ടിയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് ജോലി കണ്ടെത്താനും അല്ലെങ്കിൽ നമുക്ക് CV അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് ഇത്ര ജോലി വാക്കൻസീസ് ഉണ്ടെന്ന് കൊടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇവിടെ അത് മാത്രമല്ല ഒതുങ്ങി നിൽക്കുന്നത്. നമ്മൾ ഈ പറഞ്ഞ പെർഫോമൻസ്, ആ ഒരു എംപ്ലോയി എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായുള്ള ഹിസ്റ്ററി കിട്ടുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷേ നമുക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള നല്ല രീതിയിലുള്ള ഓപ്ഷൻ കൂടെ ഇവിടെ ഉണ്ട്. മീൻസ് ഫിൽറ്റേർഡ് ആയിട്ടുള്ള നമ്മൾ ഉദ്ദേശിക്കുന്ന ലൊക്കാലിറ്റിയിലുള്ള ഇന്ന സ്കോറുള്ള ഇന്ന എംപ്ലോയീസിനെ ഫിൽറ്റർ ചെയ്ത് എടുക്കണം നമുക്കൊരു ഉദ്ദേശം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കാലിക്കറ്റിൽ വർക്ക് ചെയ്യുന്ന ഇന്ന ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്ന ഇത്ര സ്കോറുള്ള എംപ്ലോയിനെ എനിക്ക് വ്യൂ ചെയ്യണം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കത് ഫിൽറ്റർ ചെയ്തിട്ട് അത്തരത്തിലുള്ള കാൻഡിഡേറ്റ്സിനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. മറ്റേതിൽ നമുക്ക് CV ഡൗൺലോഡ് ചെയ്യാൻ മാത്രമേ ഓപ്ഷൻ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇത്ര സ്കോറുള്ള ഇങ്ങനെ പെർഫോം ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്താൻ വളരെ ഈസിയാണ് എന്നുള്ളതാണ് ക്രൈഗ് ത്രൂ ആണെങ്കിൽ നമുക്ക് സാധിക്കും എന്നുള്ളത്. മറ്റേത് നമുക്ക് ചിലപ്പോൾ ഒരു 5000 ഡാറ്റ ചിലപ്പോൾ അവർ തരും, 5000 CVs തരും. ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എഡിറ്റഡ് ആയിട്ടുള്ള CVs ആയിരിക്കാം. അതൊക്കെ ഷോർട്ട് ഔട്ട് ചെയ്തിട്ട് ആ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സും കാര്യങ്ങളും കഴിഞ്ഞ് ആ ഒരു പ്രോസസ്സ് ഇവിടെ ഇല്ല. ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. കംപ്ലീറ്റ്ലി ഓൾറെഡി നമുക്ക് ക്യാപ്ചർഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഇവിടെ കിട്ടുകയാണ്. സെക്കൻഡ് റൗണ്ടിലേക്കാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്രൈഗ് ത്രൂ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ആ ഒരു വരുന്നത്. ഫസ്റ്റ് റൗണ്ടിൻ്റെ ഒരു ആവശ്യം ശരിക്കും പറഞ്ഞാൽ ഇവിടെ വരുന്നില്ല എന്നുള്ളതാണ്. പ്രൈമറി കാര്യങ്ങളൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി ഇവിടെ കിട്ടുന്നുണ്ടല്ലോ.